ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 14/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശി സ്വന്തം കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഭിക്ഷയാചിക്കുന്നത് എത്രമാത്രം പരിഹാസ്യമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? അതെ അതെ. ഇന്ന് നമ്മൾ ഈ ആഴത്തിലുള്ള പഠനത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു യാചകനെക്കുറിച്ചാണ്. അത് മറ്റാരെയുമല്ല, സാക്ഷാൽ നമ്മളെക്കുറിച്ച് തന്നെയാണ്. ശരിയാണ്. നമ്മളെ തന്നെ മറന്നുപോയിരിക്കുന്നു. കൃത്യം. ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് സ്നേഹത്തിന്റെ സാഗരനും പവിത്രതയിലേക്കുള്ള പാതയും എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ചർച്ച പ്രധാനമായും നിങ്ങൾക്കായിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം ആദ്യമേ പറയാം, ഇതിലെ ഓരോ പോയിന്റും ബാബ നൽകുന്നതാണ്. അതെ, ബാബയുടെ ജ്ഞാനരത്നങ്ങളാണിതെല്ലാം. അതുകൊണ്ട് തന്നെ ബാബ പറയുന്നു എന്നതിനാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആരാണ് ഈ അറിവുകൾ നൽകുന്നത് എന്ന് നോക്കാം. ഒരു മിനിറ്റ്, എനിക്കിവിടെ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട്. എന്താണ് ആ സംശയം? അതായത്, നമ്മളും നമ്മുടെ പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബാബ സംസാരിക്കുമ്പോൾ ചെറിയൊരു വൈരുദ്ധ്യം തോന്നുന്നു. ഭക്തിമാർഗത്തിൽ നമ്മൾ വളരെ വലിയ ചിത്രങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെയാണല്ലോ ആരാധിച്ചു ശീലിച്ചിട്ടുള്ളത്. അതെ, നമ്മൾ മനുഷ്യരെപ്പോഴും ശക്തിയെ ഒരു വലിയ രൂപമായിട്ടാണ് കാണുന്നത്. ശരിയാണ്. എന്നാൽ ബാബ പറയുന്നു ആത്മാവ് ഒരു ബിന്ദുവാണെന്ന്, അതുപോലെ സുപ്രീം ബാബയും ഒരു ബിന്ദുവാണെന്ന്. ബാബ ഇത്രയും വലിയ ശക്തിയാണെങ്കിൽ പിന്നെന്തിനെ ഇത്രയും ചെറിയൊരു ബിന്ദുവായി സ്വയം വെളിപ്പെടുത്തണം? അതൊരു വളരെ നല്ല ചോദ്യമാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ എന്തിനേയും വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അളക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ശരിയാണ്. എന്നാൽ ഇവിടെ ബാബ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ബാബയുടെ മഹിമ എത്ര വലുതാണെങ്കിലും ആ രൂപം അതിസൂക്ഷ്മമാണെന്ന്. അതൊരു വൈരുദ്ധ്യമല്ല. ഓഹോ, അപ്പോ അതൊരു വലിയ സത്യമാണല്ലേ? അതെ അതെ. ബാബ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെയും ശാന്തിയുടെയും സാഗരമാണ്. ദുഃഖത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി സുഖം നൽകുന്ന ഏറ്റവും മധുരമായ അസ്തിത്വമാണ് ബാബ. മനസ്സിലായി. ആത്മാവെന്ന നിലയിൽ നമ്മളും ബിന്ദുവാണ്. എന്താ പറയാ, ഒരു ബിന്ദുവിന് മാത്രമേ മറ്റൊരു ബിന്ദുവിനെ കൃത്യമായി മനസ്സിലാക്കാനും കണക്ട് ചെയ്യാനും സാധിക്കൂ. ശരി, നമുക്കിതൊന്ന് വിശകലനം ചെയ്യാം. വലിയ വിഗ്രഹങ്ങളെ ആരാധിച്ച് ശീലിച്ച നമുക്ക് ബിന്ദുവിനെ ഓർമ്മിക്കാൻ കഴിയുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. എന്നാലും എനിക്കിതിനെ മറ്റു രീതിയിൽ കാണാനാണിഷ്ടം. അതെങ്ങനെയാണ്? നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വലിയൊരു സൂപ്പർ കമ്പ്യൂട്ടറിനെക്കുറിച്ച് ചിന്തിക്കുക. ആ വലിയ സിസ്റ്റത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അദൃശ്യമായ വളരെ ചെറിയ ഒരു മൈക്രോചിപ്പായിരിക്കുമല്ലോ. അതെ, വളരെ കൃത്യമായ ഉപമയാണ് കേട്ടോ അത്. അല്ലേ? ഒരു വലിയ പ്രസിഡന്റായാലും ശരി, അതല്ല ഒരു സാധാരണ വേലക്കാരനായാലും ശരി, അവർക്കുള്ളിലെ ഈ പാർട്ട് അഭിനയിക്കുന്നത് ആ ബിന്ദുവായ ആത്മാവാകുന്ന മൈക്രോചിപ്പ് തന്നെയാണ് എന്ന് പറയാം. തീർച്ചയായും. ബാബയുടെ മഹിമ എത്ര വലുതാണെങ്കിലും ആ അതിസൂക്ഷ്മരൂപത്തിന്റെ സൗന്ദര്യം നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്റെ അടുത്ത ചോദ്യം ഇതാണ്. ആത്മാവ് ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ നാടകം എത്ര കാലത്തേക്കുള്ളതാണ്? ഇത് നമ്മെ എത്തിക്കുന്നത് വളരെ കൃത്യമായ 5000 വർഷത്തെ കാലചക്രത്തിലേക്കും ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നതിലേക്കുമാണ്. 5000 വർഷത്തെ കാലചക്രം. അതായത് മനുഷ്യർ ഈ സമയം കൊണ്ട് സതോപ്രധാനത്തിൽ നിന്ന് തമോപ്രധാനമായി മാറിയിരിക്കുന്നു എന്ന് ബാബ പറയുന്നുണ്ടല്ലോ. അതെ അതെ, സതോപ്രധാനത്തിൽ നിന്ന് തമോപ്രധാനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ ഞാനൊന്ന് ഇടപെടട്ടെ. സതോപ്രധാനം തമോപ്രധാനം എന്ന് കേൾക്കുമ്പോൾ പുതിയ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഇതിനെ നമുക്ക് നമ്മുടെ ഫോണിലെ ബാറ്ററിയോട് ഉപമിക്കാം. അതൊരു നല്ല ഉദാഹരണമായിരിക്കും. നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ ബാറ്ററി 100% ചാർജുള്ള അവസ്ഥയിലായിരിക്കുമല്ലോ. അതാണ് സതോപ്രധാനം. എന്നാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആ ബാറ്ററി കേടായി 1% പോലും ചാർജ് നിൽക്കാത്ത അവസ്ഥ വരും. അതാണ് തമോപ്രധാനം. കൃത്യമായി പറഞ്ഞു. ഈ തമോപ്രധാനമായ അവസ്ഥയിലാണ്, അതായത് ബാറ്ററി തീർന്ന അവസ്ഥയിലാണ് 5000 വർഷങ്ങൾക്ക് മുമ്പും ബാബ വന്നത്. ബാബ വന്ന് നമ്മെ സ്വർഗത്തിന്റെ അധികാരികളാക്കി മാറ്റിയെന്നും ചരിത്രവും ഭൂമിശാസ്ത്രവും വീണ്ടും ആവർത്തിക്കുമെന്നും ബാബ പറയുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. കാരണം ഈ കൃഷ്ണന്റെയും ലക്ഷ്മീനാരായണന്റെയും ഒക്കെ കാലയളവിലെ കണക്കുകൾ കേൾക്കുമ്പോൾ ഇത് വെറും ഒരു വിശ്വാസമല്ല, കൃത്യമായ മാത്തമാറ്റിക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതെ,
സത്യയുഗത്തിൽ ആയുസ് 125 മുതൽ 150 വർഷം വരെയായിരുന്നു എന്ന് ബാബ വ്യക്തമാക്കുന്നുണ്ട്. ഉം. അതുപോലെ ശ്രീകൃഷ്ണൻ ഗർഭത്തിൽ നിന്ന് പുറത്തുവരുന്ന അന്നു മുതൽ പൂർണ്ണമായി 84 ജന്മങ്ങൾ എടുക്കുന്നു. എന്നാൽ ലക്ഷ്മീനാരായണന്മാർ വലുതാകാൻ 30-35 വർഷം വേണമല്ലോ. ശരിയാണ്. അപ്പോൾ ആ സമയം ഈ 5000 വർഷത്തിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. ഇതെല്ലാം വളരെ സയന്റിഫിക്കായ കണക്കുകളാണ്. പക്ഷെ ഒരു മിനിറ്റ്, എനിക്കിവിടെ വലിയൊരു സംശയമുണ്ട്. ചോദിക്കൂ. വിനാശം വളരെ അടുത്തിരിക്കുകയാണെന്ന് ബാബ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യർ ഇപ്പോഴും എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വലിയ ക്ഷേത്രങ്ങളും ധർമ്മശാലകളും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. ശാസ്ത്രങ്ങളുടെ അതോറിറ്റികളായ സാധാരണ മനുഷ്യർക്ക് ഭാവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ 5000 വർഷത്തെ കൃത്യമായ കണക്കിനെക്കുറിച്ചോ യാതൊരു അറിവുമില്ല എന്നതാണ് ഇതിന് കാരണം. ഹോഹോ, അവർക്കിതിനെക്കുറിച്ചൊരു അറിവുമില്ലല്ലേ? അതെ, അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ പുറമേയുള്ള വലിയ കെട്ടിടങ്ങളല്ല ഉണ്ടാക്കേണ്ടത്, മറിച്ച് നമ്മുടെ വീട്ടിലെ ഒരു മുറിയെ തന്നെ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയുമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്നാണ് ബാബ പറയുന്നത്. വീട്ടിലെ മുറി തന്നെ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയുമാക്കുക വളരെ മികച്ചൊരാശയമാണിത്. അപ്പോ ഈ കാലചക്രം അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കിയാൽ അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെറുതെ പ്രാർത്ഥിച്ചിരുന്നാൽ മതിയോ? ഒരിക്കലുമില്ല. മനുഷ്യരെപ്പോഴും പതിതപാവന വരൂ എന്ന് വിളിച്ച് ഗംഗാസ്നാനമൊക്കെ നടത്താറുണ്ട്. എന്നാൽ ശിവബാബ വളരെ കൃത്യമായി പറയുന്നു, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ വന്നവനേക്കാളുപരി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറാണെന്ന്. അതാണ് വ്യത്യാസം. അതെ, അച്ഛന്റെ സ്വത്തിന് അവകാശിയാകാൻ മക്കൾ ഒരിക്കലും കൃപയ്ക്കായി യാചിക്കേണ്ടതില്ല. പകരം ബാബയെ ഓർമ്മിച്ച് പവിത്രരാകുകയാണ് വേണ്ടത്. അതായത് നമ്മൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വലിയ രാജാവിന്റെ മകൻ സ്വന്തം അച്ഛന്റെ സ്വത്ത് ഏറ്റെടുക്കുന്നതിന് പകരം റോഡിലിറങ്ങി അച്ഛനോട് തന്നെ ഭിക്ഷ ചോദിക്കുന്നതുപോലെയാണ് നമ്മൾ കൃപയ്ക്കായി യാചിക്കുന്നത്. അത് വളരെ ശക്തമായൊരു ഉദാഹരണമാണ്. അതെ, നമ്മൾ യാചകരല്ല, അവകാശികളാണ്. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രായോഗിക ജീവിതത്തിൽ പവിത്രത കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിയാണ്, അത് കുറച്ചു വെല്ലുവിളിയുള്ള കാര്യമാണ്. കേവലം സന്ദേശങ്ങൾ നൽകിയാൽ മാത്രം പോരാ, സ്വയം പവിത്രമാവുകയും ആർക്കും ദുഃഖം നൽകാതിരിക്കുകയും വേണം. നിങ്ങൾ മാംസം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടോ കേവലമൊരു സെന്റർ തുറന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതായത് പ്രായോഗികമായ കർമ്മങ്ങളിലാണ് കാര്യമിരിക്കുന്നത്. അതെ, ബാബാസ്നേഹത്തിന്റെ സാഗരനായതുപോലെ കുട്ടികളും ആരോടും ദേഷ്യപ്പെടാതെ പരസ്പരം സ്നേഹിക്കണം, ആർക്കും ദുഃഖം കൊടുക്കരുത്. പിന്നെ പഴയ ശാസ്ത്രങ്ങളിലെ തലകീഴായ കാര്യങ്ങളിൽ നമ്മളിനി വിശ്വാസം വെക്കരുതെന്നും ബാബ പറയുന്നുണ്ട്. തലകീഴായ കാര്യങ്ങളെന്ന് വെച്ചാൽ? അതായത് സാഗരത്തിൽ ആലിന്റെ ഇലയിൽ പരമാത്മാവ് വന്നു എന്നൊക്കെയുള്ള കഥകൾ കേട്ടിട്ടില്ലേ? അതൊക്കെ വെറും സങ്കല്പങ്ങളാണ്. അതെ അതെ, അതിലൊന്നും യാതൊരു യുക്തിയുമില്ല. അപ്പോൾ ഇത്രയും ആഴത്തിലുള്ള ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എപ്രകാരമായിരിക്കും? ഇവിടെയാണ് ഇന്നത്തെ മുരളിയുടെ ചോദ്യോത്തരവും സാരവും പ്രസക്തമാകുന്നത്. തീർച്ചയായും. ഇന്നത്തെ മുരളിയിലെ ചോദ്യം ഇതാണ്: ഏതു പ്രകാരമുള്ള ചിന്തനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സന്തോഷത്തിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും? ഇതിന്റെ ഉത്തരം ബാബ പറയുന്നത്, നമ്മളിപ്പോൾ ജ്ഞാനരത്നങ്ങളാൽ സഞ്ചി നിറച്ചുകൊണ്ടിരിക്കുകയാണെന്നും സത്യയുഗത്തിൽ ഈ അമൂല്യമായ രത്നങ്ങൾ കൊണ്ട് നമ്മൾ സ്വർണത്തിന്റെ കൊട്ടാരമുണ്ടാക്കുമെന്നും ചിന്തിക്കാനാണ്. അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അതെ, അതുപോലെ ഈ മൃത്യുലോകം അവസാനിക്കണമെന്നും സത്യനാരായണന്റെ അമരകഥ കേൾക്കുകയാണെന്നും ഓർക്കണം. ഇതാണ് നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ ധാരണയ്ക്കുള്ള മുഖ്യസാരം എന്താണെന്ന് ഞാൻ എടുത്തു പറയാം. പറയൂ. തലകീഴായ കാര്യങ്ങൾ മറന്ന് നമ്മൾ അശരീരിയായി മാറണം. കേവലം ആശീർവാദത്തിന് പിന്നാലെ പോകാതെ ബാബയെ ഓരോ ചുവടിലും ഫോളോ ചെയ്യണം. അതുപോലെ ആരോടും ദേഷ്യപ്പെടരുത്. കൃത്യമായി പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ദിവസവും ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാമല്ലേ? തീർച്ചയായും. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആത്മാവ് ബിന്ദുവാണ്, പരമാത്മാവും ബിന്ദുവാണ് എന്നാണ്. പിന്നെ 5000 വർഷത്തെ കൃത്യമായ കാലചക്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രായോഗിക പവിത്രതയെക്കുറിച്ചും ജ്ഞാനരത്നങ്ങൾ ശേഖരിക്കുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി. അതെ. ഇനി ഇതിനോടൊപ്പം ഇന്നത്തെ വരദാനം ഇതാണ് എന്ന് ഞാൻ വ്യക്തമായി പറയാം. സത്യമായ ലഹരിയുടെ ആധാരത്തിൽ മറ്റു കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് ഒന്നുമായി കൂട്ടുചേരുന്ന സമ്പൂർണ്ണ വിശ്വസ്തരായി മാറുക.
അതായത് ഒന്നുമായി മാത്രം കൂട്ടുചേരുക അല്ലേ? അതെ അതെ, ബാബയെയും ബാബയുടെ കർത്തവ്യത്തെയും അല്ലാതെ സ്വപ്നത്തിൽ പോലും മറ്റൊന്നും കാണാതിരിക്കുക എന്നതാണിതിന്റെ അർത്ഥം. അതാണ് സമ്പൂർണ്ണ വിശ്വസ്തത. വലിയൊരു വരദാനമാണത്. ഇനി ഇന്നത്തെ സ്ലോഗൻ കൂടി എടുത്തു പറയാം. സത്യതയുടെ സ്വസ്ഥിതി പരിതസ്ഥിതികളിൽ പോലും സമ്പൂർണത നേടിത്തരും. വളരെ ശരിയാണ്. ഇനി ഇന്നത്തെ അവ്യക്ത സൂചന എന്താണെന്ന് നോക്കാം. സദാ അചഞ്ചലത, ദൃഢത, ഏകരസസ്ഥിതിയുടെ അനുഭവം ചെയ്യുക. ഒരു മിനിറ്റ്. ഈ ഏകരസസ്ഥിതി എന്നു പറഞ്ഞാൽ എല്ലാ സമയത്തും ഒരേപോലെ ബാബയുമായി കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ അല്ലേ? അതെ അതെ, നമ്മൾ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ മക്കളാണെന്ന ഓർമ്മയിലൂടെ ആ ഏകരസ അവസ്ഥ എപ്പോഴും നിലനിർത്തണം. മനസ്സിലായി. അപ്പോൾ ഈ ആഴത്തിലുള്ള പഠനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് ശ്രോതാക്കൾക്കായി ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചരിത്രം ഓരോ 5000 വർഷത്തിലും കൃത്യമായി ആവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഓരോ പ്രവൃത്തികളും വരും കാലത്തേക്കുള്ള നിങ്ങളുടെ തന്നെ സ്വർണ്ണ കൊട്ടാരത്തിന്റെ അടിസ്ഥാന ശിലകളാണെന്ന് കരുതിയാൽ നിങ്ങളുടെ ജീവിതം എത്രത്തോളം മാറും? ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതെ, ആ മാറ്റം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓം ശാന്തി. ഓം ശാന്തി.